അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഓർഗാനിക് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഓർഗാനിക് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു സം ഫിസിയോളജിക്കൽ ഓർ മെഡിക്കലി എക്സ്പ്ലെയിനബിൾ റീസൺ മൂലമുണ്ടാകുന്ന ബ്രെയിൻ ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ഓർഗാനിക് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, റാദർ ദാൻ ഡ്യൂ ടു എനി സൈക്കാട്രിക് ഓർ സൈക്കോളജിക്കൽ റീസൺസ്. അതായത് ആരെങ്കിലും ഒരാളുടെ മരണം സംഭവിച്ചതിന് ശേഷം അതിനെ ഓർത്ത് ഒരാൾക്ക് ഓർഗാനിക് മെൻ്റൽ ഡിസോർഡർ വരികയില്ല. എന്തെങ്കിലും ഒരു മെഡിക്കലി എക്സ്പ്ലെയിനബിൾ ഫിസിയോളജിക്കൽ ഓർഗാനിക് റീസൺ മൂലം മാത്രമേ ഈ ഒരു ഡിസോർഡർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ ഡെമൻഷ്യ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ഡെലീറിയം. അതുകൂടാതെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജ് ഉണ്ട്, ഓർഗാനിക് അമ്നീസ്റ്റിക് സിൻഡ്രോം ഉണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സാണ്. അപ്പോൾ നമുക്ക് ഡെലീറിയം എന്താണെന്ന് ഉള്ളത് നോക്കാം. ഡെമൻഷ്യ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, അത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതുമൂലം ബ്രെയിൻ്റെ ഫങ്ഷൻ എന്നേക്കുമായി അവിടെ നശിക്കുകയും ക്രോണിക്കലി അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു ഇറിവേഴ്സിബിളായിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതിനകത്ത് മേജറായിട്ടുള്ള അൽഷിമേഴ്സ് ഡെമൻഷ്യ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെലീറിയം. അത് അക്യൂട്ട് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. അക്യൂട്ട് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സഡൻ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു സിംറ്റംസ് വരികയും ബ്രെയിനിൻ്റെ ആ ഒരു സ്പെസിഫിക് ഫങ്ഷനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് സിംറ്റംസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, ഡെലീറിയം ഈസ് ആൻ acute organic mental disorder characterized by impairment of consciousness, orientation and disturbance in perception and restlessness. അതായത് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ സഡൻ അക്യൂട്ട് കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, അതിൽ ലാക്ക് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ ഉണ്ടാകാം, ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഇൻ പെർസെപ്ഷൻ ആൻഡ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ അജിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഇതൊക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതാണ് ഡെലീറിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലർ കോസസ് ലൈക്ക് ഹൈപ്പർടെൻഷൻ, ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി, സെറിബ്രലർ ആർട്ടീരിയോസ്ക്ലെറോസിസ്, ഇൻട്രാക്രേനിയൽ ഹെമറേജസ്, ഇൻഫെക്ഷൻസ്, neoplastic any tumor or space occupying lesions, intoxication, chronic intoxication and withdrawal of certain drugs, അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോൾ വെച്ച് തന്നെ നമ്മൾ ഡെലീറിയം ട്രെമൻസ് എന്ന ആൽക്കഹോൾ വിഡ്രോവലിൽ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിരുന്നു. ട്രോമാറ്റിക് റീസൺ മൂലം, എന്തെങ്കിലും ഒരു സിവിയർ ട്രോമ, ഹെഡ് ഇഞ്ചുറി എന്തെങ്കിലും മൂലമാകാം. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ദെൻ endocrine or metabolic problems, മെറ്റൽ ഓർ ഇൻടോക്സിക്കേഷൻസ്, അതായത് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഹെവി മെറ്റൽ ഇൻടോക്സിക്കേഷൻ മൂലമുണ്ടാകാം. അനോക്സിയ, അനീമിയ ആൻഡ് കാർഡിയാക് ഫെയിലിയർ, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള അതിൻ്റെ കോസസ്. അതുകൂടാതെ അനസ്തേഷ്യയുടെ എഫക്റ്റ്, പോസ്റ്റ് അനസ്തെറ്റിക് എഫക്റ്റ് മൂലം സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു സിവിയർ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മൂലം സംഭവിക്കാം. ഹൈ ഗ്രേഡ് ഫീവർ, ഒരു ഹൈപ്പർ പൈറക്സിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലവും ഒരു സഡൻ ആയിട്ട് ഒരു അക്യൂട്ട് കൺഫ്യൂഷൻ സംഭവിച്ചേക്കാം. അതിനെയാണ് നമ്മൾ ഡെമൻഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഇമ്പയർമെൻറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നസ് റേഞ്ചിങ് ഫ്രം ഡ്രൗസിനെസ് ടു സ്റ്റൂപ്പർ ആൻഡ് കോമ. അത് എങ്ങനെ വേണമെങ്കിലും ആവാം, ഒരു ഡ്രൗസിനെസ് മുതൽ സ്റ്റൂപ്പർ അല്ലെങ്കിൽ കോമാറ്റോസ് വരെ ഉള്ള രീതിയിലേക്ക് പോയേക്കാം. അതിൻ്റെ ഒരു അണ്ടർലൈൻ കോസ് റെക്ടിഫൈ ചെയ്ത് അതിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ അതിനെ ഒരു റെക്ടിഫൈ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഈ സിംറ്റംസ് ഓൾസോ വിൽ സബ്സൈഡ്. ഓക്കെ, ഇമ്പയർമെൻറ്റ് ഓഫ് അറ്റൻഷൻ, പൂർ അറ്റൻഷൻ സ്പാൻ ആയേക്കാം. ദെൻ പെർസ്പെക്ച്വൽ ഡിസ്റ്റർബൻസസ് ലൈക്ക് ഇലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്, അബ്നോർമൽ ഇലൂഷൻസും ഹാലൂസിനേഷൻസും സംഭവിക്കാം. മോസ്റ്റ് ഓഫൺ വിഷ്വൽ ഹാലൂസിനേഷൻസ് ആണ് സംഭവിക്കാറ്. ദെൻ ഡിസ്റ്റർബൻസ് ഓഫ് കോഗ്നിഷൻ, അതായത് നമ്മുടെ ഒരു ചിന്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. അബ്സ്ട്രാക്ട് തിങ്കിങ് എബിലിറ്റീനെ ബാധിക്കാം. ഇമ്മീഡിയറ്റ് ആൻഡ് റീസെൻറ്റ് മെമ്മറീനെ ബാധിക്കാം. സൈക്കോമോട്ടോർ ഡിസ്റ്റർബൻസ് ലൈക്ക് ഹൈപ്പോ ഓർ ഹൈപ്പർ ആക്ടിവിറ്റി. ഡിസ്റ്റർബൻസ് ഇൻ സ്ലീപ്പ് അവേക്ക് സൈക്കിൾ, അതായത് ഇൻസോംനിയ, അല്ലെങ്കിൽ നമ്മുടെ സിർക്കാഡിയൻ റിതം, അതായത് നമ്മുടെ നോർമൽ സ്ലീപ്പ് അവേക്ക് സൈക്കിളിന് ചേഞ്ചസ് സംഭവിച്ചേക്കാം. ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഫിയർ, ഇറിറ്റബിലിറ്റി, യൂഫോറിയ, എപ്പതി, വണ്ടറിങ്
നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസിനെ ബാധിച്ചേക്കാം. ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെയുള്ള പല കേസസും അങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാം. കോഴ്സ് ആൻഡ് പ്രോഗ്നോസിസ്, ദ ഓൺസെറ്റ് ഈസ് യൂഷ്വലി അബ്രപ്റ്റ്. അതുകൊണ്ടാണ് സഡൻ ആയിട്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ ഡെലീറിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് ആൻ എപ്പിസോഡ് ഈസ് യൂഷ്വലി ബ്രീഫ്, ലാസ്റ്റിംഗ് ഫോർ അബൌട്ട് ഈവൻ ഫ്യൂ അവേഴ്സ് വരെയും സംഭവിക്കാം. കുറച്ച് മണിക്കൂറുകൾ മുതൽ കുറച്ച് ആഴ്ചകൾ വരെയും നീണ്ടു നിന്നേക്കാം. ഓക്കെ, ദ ട്രീറ്റ്മെൻറ്റ് മെയിൻലി അണ്ടർലൈങ് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ മൂലമാണെങ്കിൽ ഡെക്സ്ട്രോസ് കൊടുക്കുക. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മൂലം ഉണ്ടായതാണെങ്കിൽ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് തെറാപ്പി കൊടുക്കുക. വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഹൈപ്പർ പൈറക്സിയ മൂലമാണെങ്കിൽ ആ ഫീവറിനെ സബ്സൈഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ആൽക്കഹോൾ ഇൻടേക്ക് അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ മൂലമാണെങ്കിൽ അതുമൂലം അപ്പോൾ ആ ഡീടോക്സിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാം. വിഡ്രോവൽ സിംറ്റംസ് ആണെങ്കിൽ ആ വിഡ്രോവൽ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആ എന്താണോ അതിൻ്റെ കോസിനെ അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദി സിംറ്റംസ് ആൻഡ് വി ക്യാൻ ഗെറ്റ് റിഡ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെലീരിയം എന്ന കണ്ടീഷനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. ഓക്കെ, സിംറ്റമാറ്റിക് മെഷേഴ്സ് ലൈക്ക് ബെൻസോഡൈസിപ്പൈൻസ് ഓർ ആൻറ്റിസൈക്കോട്ടിക്സ്, നഴ്സിംഗ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിസ്ക് ഫോർ ഇഞ്ചുറി, റിസ്ട്രിക്ട് ദി എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസ്, കീപ് യൂണിറ്റ് വെൽ കാം ആൻഡ് വെൽ ഇലുമിനേറ്റഡ്. ദർ ഷുഡ് ബി ഓൾവേസ് സംബഡി, അതായത് ഓൾവേസ് സംബഡി അവനെ ഒന്ന് റിയഷർ ചെയ്യാൻ അല്ലെങ്കിൽ അവനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് കൂടെ തന്നെ ഉണ്ടാകണം. ഒരാൾ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉള്ള ചാൻസസ് ഇല്ല. പിന്നെ ഹാലുസിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ആസ് ദി പേഷ്യൻ്റ് ഈസ് റെസ്പോണ്ടിങ് ടു എ ടെറിഫൈങ് അൺറിയലിസ്റ്റിക് വേൾഡ് ഓഫ് ഹാലുസിനേറ്ററി ഇലൂഷൻ ആൻഡ് ഡെലൂഷൻ, സ്പെഷ്യൽ പ്രിക്കോഷൻസ് ആർ നീഡഡ് ടു പ്രൊട്ടക്ട് ഹിം ഫ്രം ഹിംസെൽഫ് ആൻഡ് ടു പ്രൊട്ടക്ട് അതേഴ്സ്. അതായത് ഒരു റിസ്ക് ഫോർ ഇഞ്ചുറി അല്ലെങ്കിൽ റിസ്ക് ഫോർ വയലൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അലിവിയേറ്റിംഗ് ദ പേഷ്യൻസ് ഫിയർ ആൻഡ് ആങ്സൈറ്റി, അങ്ങനെയുള്ള പേഷ്യൻറ്റിൻ്റെ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് കൊടുക്കുക. ലൈറ്റ് എപ്പോഴും കൊടുക്കുക. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു ഡിസോറിയൻറ്റേഷൻ കൂടിയേക്കാം. അപ്പോൾ ഒരു ലൈറ്റ് എപ്പോഴും റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ബെഡിനടുത്ത് തന്നെ ഒരാൾ അയാളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തുക. Meeting physical needs of patient, appropriate care should be provided after physical assessment. അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മൗത്ത് ആൻഡ് സ്കിൻ കെയർ എല്ലാം നമ്മൾ ചെയ്യണം. അതുകൂടാതെ മോണിറ്റർ വൈറ്റൽ സൈൻസ്, ഒബ്സർവ് ദി പേഷ്യൻറ്റ് ഫോർ എനി എക്സ്ട്രീം ഡ്രൗസിനെസ് ആൻഡ് സ്ലീപ്പ് as this is an indication that the patient is slipping into coma. അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള എന്തെങ്കിലും സിവിയർ ഡ്രൗസിനെസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കൊമാറ്റോസ് ആയി പോയേക്കാം. ഓക്കെ, അത് ആ ഒരു ഫിസിയോളജിക്കൽ ഡാമേജിനെ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ കോസിനെ ആസ്പദമാക്കി ഇരിക്കും. ഓക്കെ, ഓറിയൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് റിപ്പീറ്റഡ്ലി എക്സ്പ്ലെയിൻ ടു ദി പേഷ്യൻറ്റ് വെയർ ഹീസ് ആൻഡ് വാട്ട് ഡേറ്റ് ആൻഡ് ടൈം. ആ ഒരു നമ്മളൊരു ടൈമൊക്കെ ഡേറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കലണ്ടർ അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക. ഇതാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് സെൽഫ് ആൻഡ് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ വ്യക്തിയെയും കൂടുതൽ പേര് എടുത്ത് തന്നെ വിളിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു സെൽഫ് എസ്റ്റീമും അവർക്ക് ആ ഒരു ഓറിയൻറ്റേഷൻ പെട്ടെന്ന് ലഭിക്കുവാനും സാധിക്കുന്നു. ഓക്കെ, അതൊക്കെയാണ് മേജർ പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ ഡെലീറിയം. ചെറിയൊരു ടോപ്പിക്കാണ്. സഡൻ അക്യൂട്ട് കൺഫ്യൂഷൻ എന്ന വാക്ക് ഓർത്തിരുന്നാൽ മതി. അണ്ടർലൈൻ കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലായിട്ട് തന്നെ ഓക്കെ ആയിട്ട് വരും. ദെൻ ഓർഗാനിക് അമ്നീസ്റ്റിക് സിൻഡ്രോം. ഓർഗാനിക് അമ്നീസ്റ്റിക് സിൻഡ്രോം ഈസ് കാറ്ററൈസ്ഡ് ബൈ ഇമ്പയർമെൻറ്റ് ഓഫ് മെമ്മറി ആൻഡ് ഗ്ലോബൽ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ഡ്യൂ ടു ആൻ അണ്ടർലൈൻ ഓർഗാനിക് കോസ്. ദർ ഇസ് നോ ഡിസ്റ്റർബൻസ് ഇൻ കോൺഷ്യസ്നസ്. അതായത് നമ്മളിപ്പോൾ ഡെലീറിയത്തിൽ പറഞ്ഞതുപോലെ ഇതിലൊരു കോൺഷ്യസ്നസ്സിന് ഒരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഒരു മെമ്മറി ലോസ്, ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്, ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയിലും ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഓർഗാനിക് അമ്നീസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ട്രോമ ആവാം, ഹെഡ് ട്രോമ, ഹൈപ്പോക്സിയ, ബ്രെയിൻ ട്യൂമേഴ്സ് ആവാം, സ്ട്രോക്ക് ആവാം, ലോബക്ടമി എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആകാം, അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലക്സ് എൻസെഫലൈറ്റിസ് മൂലമൊക്കെ വന്നേക്കാം. അതുകൂടാതെ ആൽക്കഹോൾ ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ ഒരു തൈമിൻ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഒരു കണ്ടീഷനാണ് വെർണിക്സ് കൊർസാക്കോഫ് സിൻഡ്രോം.
അതായത് ഒരു എക്സ്ട്രീം തൈമിൽ ഡെഫിഷ്യൻസി വരികയാണ് പേഷ്യൻ്റ് വിത്ത് സിവിയർ ആൽക്കഹോളിസം, തൈമിൻ്റെ മെറ്റബോളൈസേഷൻ അബ്സോർപ്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു അക്യൂട്ട് ഫേസ് ഓഫ് അംനീഷ്യ അതിന് നമ്മൾ വെർണിക്സ് എൻസെഫലോപ്പതി എന്നും, സിവിയർ ഫേസ് അല്ലെങ്കിൽ ക്രോണിക് ഫേസ് ഓഫ് അംനീഷ്യയെ നമ്മൾ കൊർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നു. അതിനെ കമ്പൈനായി വെർണിക് കൊർസാക്കോഫ് സിൻഡ്രോം എന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാവാം അതിൻ്റെ കാരണങ്ങൾ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മെയിൻലി ആ പേരിൽ തന്നെയുണ്ട്, അംനീഷ്യ, ദാറ്റ് ഈസ് മെമ്മറി ലോസ്, ആൻഡ്രോഗ്രേഡ് ആൻഡ് റെട്രോഗ്രേഡ് അംനീഷ്യ. ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അധികം പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ കുറവാണ്. മാനേജ്മെൻറ്റ് മെയിൻലി ടു ട്രീറ്റ് ദി അണ്ടർലൈങ് കോസിനെ ട്രീറ്റ് ചെയ്യുക, സോ വി ക്യാൻ റെക്ടിഫൈ ദി പ്രോബ്ലംസ്. ഓക്കെ, അതുകൂടാതെയുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജ്, അതായത് ഓർഗാനിക് മെൻ്റൽ ഡിസോർഡേഴ്സിൽ അടുത്തതായിട്ടുള്ളതാണ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമല്ല. അതിൽ മേജറായിട്ട് ഉള്ള ഡിസോർഡേഴ്സിന് ഓർഗാനിക് ഹാലുസിനേഷൻസ് അല്ലെങ്കിൽ ഹാലുസിനോസിസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓർഗാനിക് കാറ്ററ്റോണിക് ഡിസോർഡേഴ്സ്, ഓർഗാനിക് ഡെലൂഷണൽ ഡിസോർഡേഴ്സ്, ഓർഗാനിക് മൂഡ് ഡിസോർഡേഴ്സ്, ഓർഗാനിക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ഇതൊക്കെ അതിൻ്റെ മേജറായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറയാം. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ബ്രെയിൻ ഡിസീസ് ഓർ ഡാമേജ് ആൻഡ് ഡിസ്ഫങ്ഷൻ. Mainly, these disorders are characterized by significant alteration of the premorbid personality due to an underlying organic cause. There is no disturbance in consciousness and global intellectual functioning. പേഴ്സണാലിറ്റിയിലുള്ള ഡിഫറെൻറ്റ് ചേഞ്ചസ് ഡ്യൂ ടു സം ബ്രെയിൻ ഡാമേജ് മൂലം ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ചേഞ്ചസ് ആയിരിക്കാം. അപ്പോൾ അതിൽ ഇമോഷണലായിട്ടുള്ള അൺസ്റ്റെബിലിറ്റി ഉണ്ടായേക്കാം, പുവർ ഇമ്പൾസ് കൺട്രോൾ ഉണ്ടായേക്കാം, പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ ഒരു സിവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായേക്കാം, ആബ്സെൻസ് ഓഫ് എനി ഇമോഷണൽ റെസ്പോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ മാനേജ്മെൻറ്റ് അണ്ടർലൈൻ കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിഥിയം കാർബാമസിപ്പൈൻ അല്ലെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഒക്കെ വെച്ച് മേജറായിട്ട് മാനേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ ഓർഗാനിക് മെൻ്റൽ ഡിസോർഡർ. അപ്പോൾ ഓർഗാനിക് മെൻ്റൽ ഡിസോർഡർ എന്ന യൂണിറ്റിൽ തന്നെ നമ്മൾ പല ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഡെമെൻഷ്യ എന്നുള്ളത്. ഡെമെൻഷ്യയിൽ അൽഷിമേഴ്സ് ഡിസീസ് എന്ന പേരിലുള്ള ഡെമെൻഷ്യ. ഓക്കെ, അപ്പോൾ ഡെമെൻഷ്യ നമ്മളറിയാം ഒരു പ്രോഗ്രസീവായിട്ട് ഉള്ള ഒരു ക്രോണിക് ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ലോസ് ഉണ്ട്, കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ട്, തിങ്കിങ് എബിലിറ്റിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഡെലീറിയം, അതൊരു സഡൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സഡൻ അക്യൂട്ട് കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അണ്ടർലൈൻ കോസിനെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ദെൻ അംനീസ്റ്റിക് ഡിസോർഡർ ഓഫ് ഓർഗാനിക് അംനീസ്റ്റിക് ഡിസോർഡർ, അത് അല്ലെങ്കിൽ സിൻഡ്രോം എന്നുള്ളത് ഒരു മെമ്മറി ലോസിലുണ്ടാകുന്ന പ്രോബ്ലം ഡ്യൂ ടു സം ഓർഗാനിക് റീസൺ ആണ്. ദെൻ മെൻ്റൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജിൽ നമ്മൾ പറഞ്ഞു ഓർഗാനിക് ഹാലുസിനോസിസ്, ഓർഗാനിക് അംനീഷ്യ, ഓർഗാനിക് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓർഗാനിക് കേസസ് നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ മേജറായിട്ട് അതിൻ്റെ സിമ്പിൾ ടോപ്പിക്സാണ്, ചെറിയ ടോപ്പിക്സാണ്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. പിന്നെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഡ്യൂ ടു ദിസ് ഓർഗാനിക് മെൻ്റൽ അല്ലെങ്കിൽ ഓർഗാനിക് റീസൺ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെലീറിയം, ഡെമെൻഷ്യ ആൻഡ് ഓർഗാനിക് അംനീസ്റ്റിക് സിൻഡ്രോം. ഓക്കെ.